സോ ഇന്നത്തെ പ്രിലിംസ് 2026 പ്രിലിംസ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിൻ്റെ ടഫ്നെസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടപ്പുണ്ട്. ഭയങ്കര ടഫായിരുന്നു എക്സാം എന്നുള്ള ആസ്പെക്റ്റിലൊക്കെ പറയുന്നുണ്ട്. UPSC ഹാസ് ജസ്റ്റ് ഗോൺ ഫോർ എ പാറ്റേൺ ഷിഫ്റ്റ്. കണ്ടല്ലോ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ലൈക്ക് എത്തിക്സ് പോലത്തുള്ള കുറച്ച് ഒരു കേസ് സ്റ്റഡി മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ അക്കൗണ്ടബിലിറ്റി ബേസ്ഡ് ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ മുമ്പ് ചോദിക്കുന്ന പോലെ 2 and 3 എക്സ്പ്ലെയിൻസ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 സപ്പോർട്ട്സ് 1 ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട് UPSC. പക്ഷെ അതല്ല കാര്യം. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ലാസ്റ്റ് 5 years ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ വെരി റെയർലി ബീങ് ആസ്ഡ്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് UPSC വളരെ കുറച്ചേ ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് പൊളിറ്റി എക്കണോമി പോലത്തുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ജോഗ്രഫി വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ്. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് എന്താണ്? സോ ഐ ഓൾവേസ് സേ ദാറ്റ് ഈ പറഞ്ഞ സോഴ്സസ് ആർ ദി വൺസ് വിച്ച് ആർ കമ്മിങ് ഇൻ കറണ്ട് അഫയേഴ്സ്. ഇതെല്ലാം ന്യൂസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ല. 100% ഓർ ദിസ് പേപ്പർ ഇസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ബൈ കറണ്ട് അഫയേഴ്സ് ആൻഡ് PYQs. UPSCയുടെ PYQ പലതവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഹൂലോക്ക് ഗിബോൺ പോലത്തുള്ള കാര്യങ്ങളും ബാക്കി നമ്മുടെ NBFC റിലേറ്റഡ് ആസ്പെക്ട്സും MSME റിലേറ്റഡ് ആസ്പെക്ട്സും ഇതെല്ലാം പലതവണ UPSCയുടെ പല ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ള കേസസ് ആണ്. അതല്ലാതെ തന്നെ സോ ഐ ഹവ് ലിസ്റ്റഡ് ഔട്ട് എ ഫ്യൂ കറണ്ട് അഫയേഴ്സ് വിച്ച് ഹാസ് ബീൻ ആസ്ഡ്. ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് 2025. നമുക്ക് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. They have specifically mentioned in the question itself like December 2024 നടന്നൊരു കാര്യത്തെ കുറിച്ച് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ വെൻ ഐ അനലൈസ് ഓൾ ദീസ് കറണ്ട് അഫയേഴ്സ് ഐ ഫൗണ്ട് ദാറ്റ് ജൂലൈ 2024 അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ 2024 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട്. ഐ ടെൽ യു സം എക്സാമ്പിൾസ്. ഒന്ന് പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആസ് യു നോ അത് 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതർവൈസ് യു ഹാവ് ഓൾ ദീസ് ഇന്ത്യ നെതർലാൻഡ് ഹൈഡ്രജൻ ഫെലോഷിപ്പ് പ്രോഗ്രാം February 26, AI ഇമ്പാക്ട് സമ്മിറ്റ് February 26, ക്വാഡ് ക്രിട്ടിക്കൽ മിനറൽ ഇനീഷ്യേറ്റീവ് ജൂലൈ 2025. ഇവിടെയൊക്കെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് എന്താണെന്നും റെയർ എർത്ത് മെറ്റൽസ് എന്താണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ലക്ഷദ്വീപിൻ്റെ കോറൽ റീഫ് ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസും ജൂലൈ 2025 ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് അബൌട്ട് കോറൽ റീഫ്സും മാംഗ്രൂവ്സ് ഒക്കെ അറിയാലോ. മാംഗ്രൂവ്സിൻ്റെ എത്ര ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇനീഷ്യേറ്റീവ്സ്. സെയിം മോഡൽ മിഷ്ടി സ്കീം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു അബൌട്ട് മാംഗ്രൂവ്സ്. അത് കൺവെൻഷനിലേക്ക് വരാം. ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സിലേക്ക് വന്നേക്കുന്നത് ഇന്ത്യ ഹാസ് ബീൻ എലക്റ്റഡ് ടു UNHRC കൗൺസിലേറ്റ് എലക്റ്റഡ് ആയതിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് കുഡ് ബി സീൻ. ഇനി അബൌട്ട് NDC ടാർഗറ്റ്സ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഡിസംബറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറയുന്ന ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻ ദ സെൻസ് ഡിസംബറിൽ ന്യൂസിൽ വന്നാണ് ഈ പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ആൻഡ് ദെൻ നവംബറിൽ വന്നത് GPS സ്പൂഫിംഗ്. ഓക്കെ, വിഴിഞ്ഞം പോർട്ട്, ജനോം ഇന്ത്യ പ്രോജക്റ്റ് January 2025, പരാക്രം ദിവസ് അബൌട്ട് ഫോർവേഡ് ബ്ലോക്ക് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. ഈ പറഞ്ഞ കാര്യം 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. രത്നഗിരി എക്സ്കവേഷൻസ് ആൻഡ് വാട്ട് എവർ എക്സ്കവേഷൻസ്. നിങ്ങൾ ബുദ്ധിസത്തിൽ നിന്ന് എത്രത്തോളം സിംബോളിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് കണ്ടല്ലോ. അതിൻ്റെ റീസൺ എന്താണ്? റീസൺ ഇസ് ദാറ്റ് ദേവ്നി മോറി റെലിക്സ്, പിപ്രാവ റെലിക്സ്, കപിലവസ്തു റെലിക്സ്, എവറിത്തിങ് ഇസ് ടോക്കിംഗ് അബൌട്ട് ബുദ്ധിസം ഉള്ളി. സോ അതിലൊരു അത്ഭുതമില്ല. ബുദ്ധിസം ജൈനിസം ഓഫ്കോഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് മത്സ്യ 6000 ആൻഡ് ദെൻ PWD ആക്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, അതൊക്കെ വളരെ സിമ്പിളായിട്ട് സ്ഥിരം വരുന്ന. മാർച്ച് 2025 മാധവ് നാഷണൽ പാർക്ക് വാസ് ദെയർ. വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് അബൌട്ട് വെറ്റ്ലാൻഡ്സ്. ഗ്രീൻ ഹൈഡ്രജൻ, എറി സിൽക്കിന് ആ ടാഗ് കിട്ടിയതിനെ കുറിച്ച് തൊട്ട് തന്നെ ഇതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അഗെയിൻ January 2026 സുഭാഷ് ചന്ദ്രബോസ് 129th ബർത്ത് ആനിവേഴ്സറി. ദിസ് വാസ് ഓൾസോ എ ക്വസ്റ്റ്യൻ ഹിയർ. പിന്നെന്താ AI ടോക്കൺസ് സെപ്റ്റംബർ 2026 AI ടോക്കൺസ്, ടോക്കണൈസേഷൻ, റിയൽ വേൾഡ് അസറ്റ്സ്, എവറിത്തിങ് വാസ് ദെയർ ഇൻ ന്യൂസ്. ഫൈൻ. ദെൻ SFIO അറിയാമല്ലോ, പലതവണയായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ തന്നെ പിണറായി വിജയൻ്റെ ഒരു കേസിൽ വരെ SFIO വാസ് ബീങ് ഡിസ്കസ്ഡ്. അല്ലാതെ തന്നെ മെഹുൽ ചോക്സി, നീരവ് മോഡി, എവ്രിവെയർ ദിസ് വാസ് ബീങ് ഡിസ്കസ്ഡ് അലോങ് വിത്ത് ഇന്റർപോളും UPSC പലതവണ മുമ്പ് ചോദിച്ചിട്ടുള്ള. സോ വെൻ യു ചെക്ക് അപ്പോൺ ദ PYQs, ഈ പറഞ്ഞ CDS, CAPF, NDA, ഓൾ ദി UPSC ബേസ്ഡ്, ഈവൻ ജിയോ സയൻറ്റിഫിക് കൈൻഡ് ഓഫ് എക്സാംസ്, എഞ്ചിനീയറിംഗ് സർവീസ്, എവിടെയൊക്കെ UPSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ പേഴ്സൺ ഹു ഹാസ് ഗോൺ ത്രൂ ഓൾ ദീസ് PYQs ഫോർ ദ ലാസ്റ്റ് 15 years, ഗോൺ ത്രൂ ഓൾ ദി കറണ്ട് അഫയേഴ്സ് ഫോർ ദ ലാസ്റ്റ് 1.5 years, ആ ആൾക്കാർക്ക് ഈ പറഞ്ഞ എക്സാം വളരെ ഈസി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എന്താ പറയുക നമ്മൾ വീണ്ടും കുത്തിയിരുന്ന് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ആസ്പെക്റ്റിലൊന്നുമില്ല. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പേപ്പറിൽ നിന്ന് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന്. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദീസ് തിങ്സ്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് UPSC പിക്ക് ചെയ്യുന്നത്. ഇഫ് ഇറ്റ്സ് നോട്ട് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ദെൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് ഇൻ ന്യൂസ്. ദാറ്റ് ഇസ് വൈ ദേ ആർ ആസ്കിങ് ദീസ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്?
സോ മേക്ക് ഷുവർ ദാറ്റ് വെൻ യു ആർ റൈറ്റിംഗ് നെക്സ്റ്റ് ഓർ വെൻ യു ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ മെയിൻസ് ഇതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അവിടെ വേണ്ടത്. പക്ഷേ മെയിൻസിൽ എന്തായാലും സിലബസ് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിൻ്റെ അഡീഷൻസ് മാത്രമേ വരുള്ളൂ അവിടെ. ബട്ട് ഫോർ പ്രിലിംസ് ദേ ഹാവ് അഗെയിൻ പ്രൂവ് ദാറ്റ് കറണ്ട് അഫയേഴ്സ് ആൻഡ് PYQ ഇത് മാത്രമാണ് UPSC ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ.